ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബാക്ക് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് കേഴ്സ് ഡായിൽ എന്ന് പറഞ്ഞൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ഇപ്പോൾ കയ്യിലിരിക്കുന്ന ഡിനോ എന്ന് പറഞ്ഞേക്കണ കാരണം ടോറസ് എന്ന് പറഞ്ഞിട്ടൊരു ഡിനോ ആയിരിക്കും. മിക്ക ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയായിരിക്കും. കേഴ്സ് ഡായിലിനെ പറ്റി അറിയുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. നമുക്ക് നമ്മൾ ഒരു സ്ഥലം വരെ പോയേക്കുമായിരുന്നു. ഇല്ല, സ്ഥലം പറയുന്ന പറഞ്ഞാൽ വേറൊരു മാപ്പ് നിർത്തൽ. ഇത് മറ്റേ കിളിയാണെന്ന് തോന്നുന്നത്. ഒരു ടൈപ്പ് സാധനമുണ്ട്. ഇങ്ങനെ ലാൻഡിൽ പോയി മലേൻ്റെ വെളിയിൽ നിന്ന് ഒറ്റ ചാട്ടമുണ്ട്. അത് ഇങ്ങനെ കൈ ഗ്ലൈഡ് ചെയ്ത് പിടിച്ചിങ്ങനെ ഗ്ലൈഡ് ചെയ്ത് ഇറങ്ങി. ഇതേ ഫുഡൊക്കെ നമുക്ക് ഫുഡൊക്കെ തിന്നാം. നമ്മൾ ഓക്കെ, ഇതേത് ഡിനോൻ്റെ ഫുഡാണ്. ഇതിങ്ങനെ നാച്ചുറൽ സ്പോണായിട്ട് തന്നെ കേട്ടോ. ഇതിൻ്റെ സാർക്കോസോറസ് എന്നാണ് പറയണേ. ഇത് നമുക്ക് അവിടെ ഒരു ഡിനോ പോകുന്നുണ്ട്, നമുക്ക് അവനെ തട്ടാം. നമ്മൾ അവനെ തട്ടാൻ ചിലപ്പോൾ ആയിട്ടുള്ളൂ. കാരണം നമ്മൾ ഈ ചോട്ടാസിനെ തട്ടിയിട്ട് വലിയ കാര്യമില്ല. ഒന്നാമത്തെ അവന്മാരെ തിന്നിട്ടും വലിയ കാര്യമില്ല. ചിലപ്പോൾ ബാൻ അടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചോട്ടാസിനെ തട്ടത്തില്ല. അവനെ തട്ടിയാലോ? അതിന് വേണ്ട. ചോട്ടെ നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോവാം. ഗായ്സ്, ദൈവത്തിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് അവനെ തട്ടാം. ഇവരെന്തായാലും തട്ടണം. അയ്യോ, നീ കാറിന് വേണോ? ഹലോ, ഇവന് ഭ്രാന്താണോ? ഓടിക്കോ. എന്തായാലും കാറിനാണെങ്കിൽ നമ്മുടെ എത്ര സ്പീഡുണ്ടോ? ഗിഗിയാണോ കാറിനോ? പിന്നെ കൊടുക്കും, നല്ലത് കൊടുത്തിട്ടുണ്ട്. കാറിനും ഗിഗിയൊന്നുമല്ല, അപ്പോൾ നമ്മുടെ അത്ര സ്പീഡില്ല. ഏതാണ് നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ നമ്മളെ തട്ടാനും സാധ്യതയില്ല. കാരണം നമ്മൾ അത്ര വലിയൊരില്ല. ഈ സ്റ്റാമിന ഇല്ല. നിൽക്കടാ, ഒമാര് വലിയ പണിയായല്ലോ. ഒമാര് വലിയ പണിയാ. എന്നാ പണിയന്മാരെ വല്ലടാ. നല്ലത് കിട്ടി. നോക്കിയിട്ട് ഇങ്ങോട്ട് കാര്യമില്ല, മിക്കവാറും കാറിനോയ്ക്ക് നല്ല ഓട്ടം ഉള്ളത് കൊണ്ട് ഓടി രക്ഷപ്പെടാം. പക്ഷേ സ്റ്റാമിന ഇല്ല. ഫുൾ സ്റ്റാമിനയിലാണെങ്കിൽ ഇവന്മാർക്ക് തൊടാൻ പോലും പറ്റൂല. അത്രയും സ്പീഡാണ് കാറിനോയ്ക്ക്. ഒന്നും കൊണ്ടില്ല. മറ്റവും ബ്ലീഡാ, അതാണ് വേറെ കാര്യം. കണ്ടു, രണ്ടെണ്ണം ബ്ലീഡാ. നമ്മളെവിടെ ഇരുന്നിട്ട് കുറച്ച് സ്റ്റാമിന വെച്ചാൽ അവന്മാർ തമ്മിൽ അടിയാ. നമ്മുടെ മേത്തുനിന്ന് ഇങ്ങനെ ചോര പോകണമെന്ന് അവർക്ക് കാണാൻ കിട്ടും. ഇത് എനിക്ക് ഓർപ്പിക്കാം. പക്ഷെ ബ്ലീഡ് ഇതേവരെ മാറിയിട്ടില്ല. അതാണ് വേറെ ഒരു ഒന്ന് മാറാറിഞ്ഞു. ഈ നീലക്കുട്ടരെന്ന് ഞങ്ങൾ അവനെ നിക് നെയിം ഇട്ട് വിളിക്കണേ. ഗൈസ്, ഒരുത്ത് നമ്മളെ പുറകെ ഉണ്ടെന്നാണ് തോന്നുന്നത്. പോയി ഭാഗ്യം അവന്മാർ. സോറി ഗൈസ്, ഒരു പ്രോബ്ലം ഈ വോയിസിൻ്റെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്തായിരുന്നു അത് കണ്ടത്. അപ്പോൾ നിങ്ങളതായിട്ടൊന്ന് ക്ഷമിച്ച് തരിക. അടുത്ത വീഡിയോയിൽ ഞാൻ ആ വോയിസിൻ്റെ പ്രോബ്ലം വരാണ്ട് മാക്സിമം നോക്കാം. അടുത്ത വീഡിയോ തൊട്ട് ഇങ്ങനെ വോയിസ് ഇല്ലാണ്ട് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ അത്ര വോയിസ് ഇല്ലാത്ത ഭാഗം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നിങ്ങൾക്ക് അത്രയും കാണുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചത്തായിരുന്നത്. നമുക്ക് ഓടാം.
അവിടെ ഫുഡ് കാണിക്കുന്നുണ്ട്, നമുക്ക് അത് പോയി തിന്നണം. അതിന് നമ്മുടെ ഹങ്കർ കുറവാണ്. നമുക്ക് ഓടാം അങ്ങോട്ട്. ഈ ഇങ്ങനത്തെ ഏരിയയിലൊക്കെ നാച്ചുറലായിട്ട് നമുക്ക് ഫുഡൊക്കെ സ്പോണാകും കേട്ടോ. അതൊക്കെ ഒരു പക്ഷേ ഏതിനാണ് സ്പോണാകുന്നത് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. തന്നെ ചിലപ്പോൾ തട്ടിയിട്ടിട്ട് പോകണമായിരിക്കും. ഓക്കെ, നമുക്ക് ഈ ഫുഡിനാണ് വലിയ പാടായി ചെറുതിനെ പറ്റിയൊക്കെ ഉള്ള. നമ്മളിനി ഒരു സീൻ ഏരിയയിലോട്ടാണ് പോകണത്. ചിലപ്പോൾ ഡെഡ് ആവാനൊക്കെ സാധ്യതയുണ്ട്. നമ്മളിനി പോണ സ്ഥലം എന്ന് പറഞ്ഞാൽ F3 F1 ആ റേഞ്ച് ആയിരിക്കും. അല്ല, അത് വേണ്ട. F3 F1 ചിലപ്പോൾ ആ ഫൈറ്റ് വരും. E4 അതൊരു സീൻ എഴുതിയ അവിടെ എപ്പോഴും ഫൈറ്റ് വരും. F3-ലൊക്കെ വരും കേട്ടോ. അങ്ങനെ വരില്ല എന്നല്ല, ഇതിൻ്റെ അത്ര ഒന്നും വരത്തില്ല എന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ എത്തിയിട്ട് കാണാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. വെറുതെ ബോറടിച്ച് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോരാക്കരുത്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പറയണേ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ കമൻറ്റും ചെയ്യണം. ഇവിടെ ഒരു ഡിനോ ഇറങ്ങി കിടക്കുന്നുണ്ട്. ഇത് അവിടെ സർക്കിൾ ചെയ്ത് കാണിച്ചു കേട്ടോ. അവിടെ ഒരു ഡിനോ ഉണ്ട്. നമുക്ക് അവനെ തട്ടാൻ പോവാം. അവൻ തട്ടുണ്ടോ? നമ്മൾ തട്ടുണ്ട്. കാരണം അവൻ സീന. അവൻ നമുക്ക് തട്ടാം. എൻ്റെ ഹങ്കർ വേണമെങ്കിൽ പോയിരിക്കുക. വേണ്ട, ആംബിഷ് കയറാം. ആംബിഷ് വേണ്ട, സ്റ്റാമിന ഇല്ലാതാണ് വേറെ കുഴപ്പം. ഇവനെ വെള്ളത്തിൽ ഭയങ്കര വിപരീത സ്പീഡാണ്. നമുക്ക് അവന് മിസ്സായെന്നാണ്. ഇങ്ങോട്ടാണല്ലോ ഓടിയേ. അതാണ് അവിടെ ഉണ്ട്. ഇതേ പോണു നട ബാക്കിന്ന് പോയിട്ട് നമുക്ക് ചാർജ് സ്ട്രൈക്ക് കിട്ടാം. മറ്റേ ഓടി ഇവന് വെള്ളത്തിനൊരു സ്പീഡ് ഉണ്ട്. ഇവനെ നമുക്ക് പാലിലോട്ട് കൊണ്ടുപോകാം. എന്ത് വരാത്തന്നെ അവനോട് സ്റ്റാമിന ആയിട്ട് നമുക്ക് കുത്താൻ പോയിട്ട് ജഗ അയ്യോ കൊണ്ടില്ല. വാടാ നീ കരയിൽ കാറിനോട് തോപ്പിക്കാൻ നിനക്കൊന്നും ആവില്ല. നമ്മളിനി ഇവിടെ തിരിച്ചിട്ട് ഡ്രിഫ്റ്റ് അടിച്ചിട്ട് നമ്മൾ അടിക്കാൻ പോവാം. കാണിച്ചു തരാം. ഇവനെ എപ്പോഴും വെള്ളത്തിലാണ് കാണുന്നത്. 4 കാലിനുണ്ട്. അസൂയ. എനിക്ക് 4 കാലുണ്ടെങ്കിൽ എനിക്ക് 2 കാലുള്ളൂ. ഇത് കിളി പരട്ടക്കിളി കുത്ത. അല്ല, പരട്ടക്കിളി എന്തൊക്കെയാ കഴിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, നമുക്കും ബ്ലീഡായിട്ടുണ്ട് കേട്ടോ. നമ്മളിരിക്കണുണ്ട്, അവൻ്റെ സ്റ്റാമിന കയറും. പക്ഷെ നമുക്ക് ഇപ്പം തന്നെ അടിക്കാൻ പോവാം. ഒന്നോട് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അത്ര വീട് മാറൂലേ. ഇവിടെ എല്ലാവരും ഡോഗ് എന്നാട്ടോ വിളിക്കാറില്ല. ഇതിൻ്റെ നിക്നെയിമാ ഡോഗ്. 4 കാല് കണ്ടോ, ഒരു ചെറിയ ഡോഗിൻ്റെ ഹൈബ്രിഡ്. അതുകൊണ്ട് എല്ലാവരും ഡോഗിന് വിളിക്കണം. ഇവിടെ അവിടെ ഒരു മെഗാ സാധനം. മിസ് പാക്കിംഗ് ആയിപ്പോയി. അല്ല, ആ കിളി നമ്മളെ അടിക്കണേ. ലോക്കില്ല, ഓടിക്കോ. ഈ ഡോഗ് നമ്മുടെ കാലൊടിച്ചു, അതാണ് വലിയ പ്രശ്നം. നീ കിളി നമ്മുടെ പുറകെ കിടക്കും. മോനെ കുട്ടാ, എൻ്റെ പുറകെ പാടാ. നമ്മൾ വിജയിച്ചു. അവനെ കൊന്നിട്ട് നമ്മൾ എത്തിട്ടുള്ളത്.